ഏതോ കുറെ ആളുകൾ ചേർന്ന് അവരുടെ റീച്ചിന് വേണ്ടി റിയാക്ഷന് വേണ്ടി പോസ്റ്റ് ചെയ്തു. പിന്നെ പറയും ബാക്കി വേറെ എന്തൊക്കെയുണ്ട് വിശേഷം. അപ്പം എൻ്റെ ലിപ്പ് വീഡിയോ വൈറലാക്കി തന്ന സഹോദരന് എൻ്റെ എല്ലാവിധ താങ്ക്സും. ലിപ്സ്റ്റിക്കിൻ്റെ ബാക്കിയുണ്ട്. അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് അഹങ്കാരം കൊമ്പിൽ പിടിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ ആരംഭിക്കാം. ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ രേണു സുധീസ് കുൽസിതം വീഡിയോ. ഇനി രേണു സുധിയുടെ ഈ തരത്തിലുള്ള കണ്ടന്റുകളെ ഞാൻ കുൽസിതം കണ്ടന്റ് എന്നാ പറയാം. കാരണം ഇനി അങ്ങോട്ട് ഇതൊക്കെ തന്നെ രേണു സുധി ഇടൂ എന്നുള്ളത് മനസ്സിലായി. ഒറ്റ ദിവസം ഒറ്റ ലൈവ് വീഡിയോ റിയാക്ഷൻ കൊണ്ട് തന്നെ രേണുവിനെ അറിയുന്നവരും അറിയാത്തവരും ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും സപ്പോർട്ട് ചെയ്തവരും ചെയ്യാത്തവരുടെ വരെ മനസ്സിൽ രേണു എന്ന് പറയുന്ന വലിയൊരു ട്രോമ അങ്ങ് കിട്ടി. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് റീച്ച് ഉണ്ടാകണമെങ്കിൽ ഒക്കെ വേണം എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ചേച്ചി ഇനി കുറച്ച് കാലത്തേക്ക് ഇതിലാണ് പോവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുകയാണ് രേണു സുധീസ് കുൽസിതം വീഡിയോ നമ്പർ 1. ഇനി ഇതിൻ്റെ ഒരു സീരീസ് പോവുകയാണ്, രേണു സുധി കുൽസിതം സീരീസ്. ഓക്കെ ഗൈസ്, കാരണം എനിക്ക് പൊതുവേ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിനെ എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ള കാര്യം, സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു സ്ത്രീ. അതിന് എക്സ്ട്രീം എത്തണമെങ്കിൽ ആ എക്സ്ട്രീമും ചെയ്യും. കാരണം അവരുടെ പ്രയർ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, സോഷ്യൽ മീഡിയ റീച്ച്. സോഷ്യൽ മീഡിയ റീച്ച് കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തോ ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആളുടെ ഒരു കോൺട്രവേഴ്സി ശ്രദ്ധിച്ചു നോക്ക്. സുധിച്ചേട്ടൻ്റെ ഇമോഷണൽ സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടാണ് രേണുവിൻ്റെ ഒരു വരവ്. പിന്നെ ഫുൾ സുചേട്ടാ 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 എന്നായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി നക്ഷത്രേനെ പിടിച്ചിട്ടായിരുന്നു കുറച്ച് കാലം അങ്ങ് റീച്ച് പോയത്. അത് കഴിഞ്ഞതിന് ശേഷം ഷോർട്ട് ഫിലിം കൂടിയായിരുന്നു, പിന്നെ റീൽസ് കൂടിയായി, പിന്നെ വസ്ത്രധാരണായി, പിന്നെ ചെരുപ്പ്, ബാഗ്, മാല, കമ്മലായി. അതിന് ശേഷം സീറ്റ് ബെൽറ്റ് വിവാദമായി, പിന്നെ നിക്കർ വിവാദമായി, അത് കഴിഞ്ഞ് തെറിവിളിയായി. ഇപ്പം അടുത്തൊരു സാധനമാണ് ഈ തരത്തിലുള്ള ഓരോ കോമാളിത്തരങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക വൃത്തികേടുകൾ, അല്ലെങ്കിൽ എന്ത് ഇതിനെ പറയുക എനിക്കറിയില്ല. ഇവർ എന്ത് ഒന്നും പറയുന്നില്ല ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഈ അമിയ അൺഫിൽറ്റേർഡ് എന്ന് പറയുന്ന ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദാറ്റ്. അപ്പം എന്തും അത് കാണിക്കുന്നത്, എന്തത് ഉദ്ദേശിക്കുന്നത്? ലിപ്സ്റ്റിക് ആടാ, ഛർദിക്കാനല്ല വരുന്നത്, അപ്പിടാനാ തോന്നുന്നതൊക്കെ കണ്ടിട്ട്. എൻ്റെ ലിപ്പ് വീഡിയോ വൈറലാക്കി തന്ന സഹോദരന് എൻ്റെ എല്ലാവിധ താങ്ക്സും. ലിപ്സ്റ്റിക്കിൻ്റെ ബാക്കിയുണ്ട്. ഓക്കെ, അത് ഫുള്ള് കണ്ട ലൈവ് കണ്ടിട്ട് അത് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് എത്ര പേർക്കാടേ നീ കൊടുത്തത്? അത് എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറേ എണ്ണത്തിന്. എന്തായാലും ഞാൻ വൈറലായി ഹൈ റേഞ്ച് കയറിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെയായിട്ടും ഇറങ്ങിയിട്ടില്ല. കാരണം ഓരോരുത്തർ മെൻഷൻ ചെയ്യുന്നുണ്ട്, രേണു സുധി കമൻറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ലിപ്പ് വീഡിയോ. എനിവേ ഓക്കെ, ഭാഗ്യം ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിക്കായിരുന്ന ഭാഗ്യം. വേറൊന്നും കടിക്കത്തില്ല. രേണു സുധി ചുണ്ട് കടിച്ചപ്പോൾ അത് വൈറലായി. കടിക്കട്ടേടാ അത് ചോദിച്ചാൽ പിന്നെ കടിക്കല്ലടോ കുട്ടാന്നല്ലാതെ എന്താടോ കുട്ടാ പറയുക. എനിവേ എന്നെ വീണ്ടും പേര് കയറ്റിയതിന് ഒരുപാട് താങ്ക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോയിൽ ഉടനീളം രേണു ചേച്ചി ചിരിക്കുന്ന ഒരു പീസ് കാണാം അല്ലേ? എന്തിനാ ചേച്ചി ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായില്ല. സർക്കാസ്റ്റിക് ലൈനാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ ചേച്ചി എന്താണെന്നറിയില്ല, അങ്ങോട്ടങ്ങ് എത്തിയില്ല, ഒത്തില്ല. എന്തായാലും ചേച്ചിക്ക് നല്ല രീതിയിലുള്ള പൊങ്കാല അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്കറിയുന്ന ആൾക്കാരുടെ ഇടയിൽ തന്നെ രേണു സുധീനെ സപ്പോർട്ട് ചെയ്യുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ കഥയറിയാണ്ട് ആട്ടം തുള്ളുന്ന കുറേ ആൾക്കാർ. വീഡിയോ എന്താ, കണ്ടന്റ് എന്താ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഒന്നും അറിയില്ല. ആകെ വന്ന് പറയുന്നത് രേണുവിൻ്റെ കണ്ടന്റ് ആണല്ലോ നിങ്ങളെല്ലാവരും ഇടുന്നത് എന്നാണ്. ഈ കാറ്റഗറി ഓഫ് ആൾക്കാരുടെയൊക്കെ വായ ഏകദേശം അടയ്ക്കുന്ന രീതിയിലുള്ള ഒരു കോണ്ടന്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ രേണു സുധിക്ക് എവിടേക്കാണോ സപ്പോർട്ട് കിട്ടിയിരുന്നത്, ഈ സപ്പോർട്ട് ചെയ്ത ആൾക്കാരിൽ നിന്ന് കുറേ പേരൊക്കെ ഇവള് ഇതാണ് എന്ന് മനസ്സിലാക്കി അങ്ങ് മാറി നിന്നിട്ടുണ്ട്. അതിൻ്റെ നല്ല വിഷമം ചേച്ചിക്കുണ്ട്.
പക്ഷേ ആ വിഷമം ചേച്ചിക്ക് അറിയാം ഇതെന്നെ ഗുണം ചെയ്യും എന്നുള്ളത്, ഇതെനിക്ക് റീച്ച് തരും എന്നുള്ളത് അറിയാം, സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഇനിയും എക്സിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളതും അറിയാം. ചേച്ചി സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് റിയാക്ട് ചെയ്യണമെങ്കിൽ ആ വീഡിയോ കംപ്ലീറ്റ് ഇരുന്ന് കാണണം. വീഡിയോ കാണാണ്ടൊന്നും ഒരാൾക്കും ഒരു കണ്ടന്റ് എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ ലൈവ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ആ ലൈവ് ഇരുന്ന് കാണണം. ആൻഡ് കാണുന്ന എല്ലാ വ്യക്തികളും ഇത് ആസ്വദിക്കുകയല്ല, എല്ലാവരും ആസ്വദിക്കാൻ മാത്രമുള്ള കണ്ടന്റ് അല്ല. അപ്പം നല്ലൊരു ഫുഡ് ഒരു വ്യക്തി കഴിക്കുന്നത് കണ്ടാൽ നമ്മൾ ആസ്വദിക്കും, നല്ലൊരു ട്രാവൽ വ്ളോഗ് കണ്ടാൽ നമ്മൾ ആസ്വദിക്കും, നല്ലൊരു കുളിർമയേകുന്ന കാര്യങ്ങൾ കണ്ടാൽ ആസ്വദിക്കും. അന്നേരം ഒരു ആക്സിഡൻറ്റ് കണ്ടാൽ ആരെങ്കിലും ആസ്വദിക്കുമോ? അല്ലെങ്കിൽ വേസ്റ്റ് കണ്ടാൽ ആരെങ്കിലും ആസ്വദിക്കുമോ? അല്ലെ അവിടെ ഇവിടെ എങ്ങാനും വൊമിറ്റ് ചെയ്ത് വെച്ചത് കണ്ടാൽ ആസ്വദിക്കുമോ? അപ്പോൾ എല്ലാ കണ്ടന്റും കാണുമ്പോൾ ആസ്വാദനമല്ല. ചേച്ചിയുടെ കണ്ടന്റ് കണ്ട സമയത്ത് അയ്യേ ഇവളെന്തീ കാണിക്കുന്നത്, ഛർദ്ദിക്കാൻ വരുന്നത്, ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തത് ഏത് മണ്ടന്മാരാ, ഈ കൈൻഡ് ഓഫ് ചോദ്യങ്ങളായിരിക്കും കണ്ടതിൽ ഒരു 90% ഓഫ് ആൾക്കാർക്കും വരിക. പക്ഷേ 10% ഓഫ് ആൾക്കാരുണ്ട് എല്ലാ വൈകൃതങ്ങളും എൻജോയ് ചെയ്യുന്നത്. ആ കാറ്റഗറി ഓഫ് കോഴ്സ് ചേച്ചീനെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണല്ലോ അവർ ചോദിച്ചത് കടിച്ചോട്ടേന്ന്, കൊടിക്കുണ്ടാവെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടല്ലേ. കടിക്കാൻ പറ്റിയൊരു ചുണ്ടം. സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കണ്ടന്റ് എല്ലാവർക്കും നിരത്തി പിടിച്ച് അയക്കേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഈവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ തന്നെ ഒരു കോണ്ടന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അത് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. അതുകൊണ്ട് തന്നെ കണ്ടന്റ് എടുത്തിട്ട് രേണുസുതി കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിരത്തി പിടിച്ച് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ചേച്ചിൻ്റെ വിചാരം എന്താ? ചേച്ചീൻ്റെ സബ്സ്ക്രിപ്ഷൻ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ അങ്ങ് ഇരുന്ന് കണ്ട് പുളകം കൊണ്ട് ഇങ്ങനെ ഷെയർ ചെയ്തു എന്നോ? ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ? സജ്ന ചേച്ചിയൊക്കെ ഈ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. സജ്ന ചേച്ചിയൊക്കെ പറയണം ചുണ്ട് പൊട്ടിയതിൻ്റെ പാടും ചുണ്ട് പൊട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് കാണിച്ചത്. ആൻഡ് മാനേജർ കരീഷ്മ, അല്ലെ ഡയറക്ടർമാർ, അല്ലെ ദാസേട്ടൻ, പ്രജീഷ്, ഇവരൊക്കെ ഈ വീഡിയോ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്തിനാണ് നെഗറ്റീവ് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോക്കാരുടെ വീഡിയോസ് മാത്രം ഫോക്കസ് ചെയ്യുന്നത്? പോസിറ്റീവ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്, അവരും പറയൂ, ഞങ്ങൾ അറിയട്ടെ എന്താണ് ഈ സബ്സ്ക്രിപ്ഷൻ ലൈവിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള ചുണ്ടുപൊട്ടൽ ആക്സിഡൻറ്റ് എന്ന്. ഒന്ന് പോ. രേണു ചേച്ചിൻ്റെ ഒരു കഷ്ടപ്പാടാണ് ഞാൻ ആലോചിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ വരുന്ന സമയത്ത് ടോപ്പൊക്കെ അത്യാവശ്യം നീളത്തിലാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് വേണം വീഡിയോ ചെയ്യാൻ. പക്ഷേ നേരെ സബ്സ്ക്രിപ്ഷനിലോട്ട് വരുമ്പം ഈ ടോപ്പിനെയൊക്കെ അങ്ങ് തിരിച്ച് വയറിൻ്റെ ഭാഗം ഒന്ന് കാണിക്കുക. പറ്റുകയാണെങ്കിൽ ബാക്കിൻ്റെ സൈഡ് ഒന്ന് കൂട്ടി പിന്നും കൊണ്ട് കുത്തിയിട്ട് ഫ്രണ്ട് ഭാഗം ഒന്ന് എക്സ്പോസ് ചെയ്യുക. ഒരു കഷ്ടപ്പാട്. കാരണം ഒരേ ഔട്ട്ഫിറ്റ് ഇൻസ്റ്റഗ്രാമിൽ വരുമ്പോഴുള്ള വ്യത്യാസവും യൂട്യൂബിൽ വരുമ്പോഴുള്ള വ്യത്യാസവും ഇൻസ്റ്റഗ്രാമിൽ വരുമ്പോഴുള്ള വ്യത്യാസവും സബ്സ്ക്രിപ്ഷനിൽ വരുമ്പോഴുള്ള വ്യത്യാസവും രണ്ടാണ്. എന്തായാലും ഈ ഔട്ട്ഫിറ്റിലുള്ള രേണു ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ നമുക്ക് ആദ്യം ഇരുന്നൊന്ന് കാണാം. അതിലോട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റോറി കാണിച്ചു തരാം. സ്റ്റോറി സൈഡ് കൊടുത്തിട്ടുണ്ട്. രേഷ്മ പി തങ്കച്ചൻ്റെ സ്റ്റോറിയാണ്. ഇവിടെ ഒരു ഫോട്ടോ, ഒരു സ്ഥലത്ത് കൈ പോയിന്റ് ചെയ്യുന്നു, അവിടെ ഗുഡ് മോർണിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ഇവിടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ചേച്ചി പോയിന്റ് ചെയ്ത് ഉദ്ദേശിച്ചത്? ആൻഡ് അവിടെ എന്താണ് പോയിന്റ് ചെയ്യാനുള്ളത്? അത് പോയിന്റ് ചെയ്ത് കാണിക്കുന്നതിൽ കൂടെ ഗുഡ് മോർണിംഗിന് എന്താണ് വ്യത്യാസം വരുന്നത്? എന്താണ് വാട്ട് ഈസ് ദ ഗുഡ് മോർണിംഗ് ഹിയർ ആൻഡ് വാട്ട് ഈസ് ദ ഗുഡ് മോർണിംഗ്? എടാ ഗതികേടെടാ, തൻ്റെ ഗതികേടിനെ കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം തോന്നുന്നു എൻ്റെ കൃഷ്ണ. കാരണം സബ്സ്ക്രിപ്ഷനിൽ പൈസ ഇങ്ങനെ മാസം ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണിക്കണമല്ലോ. എന്നാണോ ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവലിലോട്ട് പോകാമെന്ന് അറിയില്ല. അന്നാ കണ്ടന്റ് എനിക്ക് ഒരിക്കലും ഇതിലിടാൻ പറ്റില്ല. കാരണം 18+ കോണ്ടന്റ് ഇടുന്നതിന് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പം എന്തായാലും ആ കോണ്ടന്റുകൾ ഫ്യൂച്ചറിൽ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. കാരണം കാണിക്കുന്നില്ല. ഇവർക്കോ നാണവും മാനമല്ല, നമുക്കെങ്കിലും നാണവും മാനവും വേണമല്ലോ. ഞാനിപ്പോൾ ഈ ഇട്ട സ്ക്രീൻഷോട്ടിൽ തന്നെ ആ ഭാഗത്ത് ഞാൻ ഫിൽറ്റർ ലൈക്ക് ഒരു ഇമോജി പോപ്പ് ചെയ്തേക്കുകയാണ്. കാരണം എനിക്ക് കാണിക്കാൻ ആഗ്രഹമില്ല. പിന്നെ പറയും ബാക്കി വേറെ എന്തൊക്കെയുണ്ട് വിശേഷം, വേറെ പറയൂ. ഞാൻ പറഞ്ഞില്ല ഞാനിത് ഭയങ്കര കുറ്റമായിരുന്നു. എൻ്റെ കസിൻസൊക്കെ എന്നെ വിളിച്ചിട്ട് എന്തായാലും കാണിച്ചേ. ഞാൻ പറഞ്ഞു ഓരോരുത്തരും എന്തൊക്കെയാണ് കാണിക്കുന്നേ, ഞാൻ എൻ്റെ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിച്ചില്ല. എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കും. നിങ്ങളുണ്ടായിരുന്ന ലൈവിൽ, നിങ്ങൾ ഓരോരുത്തരും കാണുമായിരിക്കും ലൈവിൽ. ഞാൻ ചുണ്ട് പൊട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പം ആരോ ഒരാൾ പറഞ്ഞു എന്താ പറയുക, എന്തുവാ
കടിക്കട്ടെ. ഈ ടോപ്പ് കണ്ടറിയാം, സാധാരണ ലെങ്ത് ഉള്ള ഒരു ടീഷർട്ടാണിത്. ഈ പെർട്ടിക്കുലർ ടീഷർട്ട് രേണു സുധി മനഃപൂർവ്വം താഴത്തെ ഭാഗം ഒന്ന് ടൈ ചെയ്ത് വെച്ചേക്കാണ്. ടൈ ചെയ്ത് വെച്ചത് എന്താന്ന് വെച്ചാൽ ആൾക്കാരുടെ വയറ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ ലൈവ് തുടങ്ങിയ സമയം തന്നെ ആൾ നൈസായിട്ട് ആളുടെ ട്രൗസർ ഒന്ന് താഴ്ത്തുന്നുണ്ട്. കാരണം കുറച്ചും കൂടി വളരെ ക്ലിയർ ആയിട്ട് ആളുടെ ബോഡി പാർട്സ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറയാനുള്ളത്, രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിക്കാൻ വേണ്ടി കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കലാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് കാണിക്കാൻ വേണ്ടി കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആൾ തന്നെ ഇതിൽ പറഞ്ഞു ആളുടെ കസിൻസ് റിലേറ്റീവ്സ് ഒക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചുണ്ട് പൊട്ടിയത് കാണിച്ച്. എടാ, ചുണ്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ ഒരു ലൈവിൽ വന്ന് കാണിക്കുക? എൻ്റെ ചുണ്ട് പൊട്ടി എന്ന് പറഞ്ഞിട്ട് ആ ചുണ്ടിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കല്ല, ഇവിടെ പൊട്ടിയതാണെന്നാ പറയുക. ഈ ചുണ്ട് പൊട്ടിയതിന് ഇങ്ങനെ ഈ കടന്ന് ഈ മറ്റേ ഗ്രാവിറ്റി കറങ്ങുന്ന പോലെ കറങ്ങേണ്ട ആവശ്യം എന്തായിരുന്നു? ഈ ബെഡിൽ കടന്ന് ഈ കറങ്ങേണ്ട ആവശ്യം എന്തായിരുന്നു? ടോപ്പ് മനഃപൂർവ്വം താഴ്ത്തിയിടേണ്ട ആവശ്യം എന്തായിരുന്നു? ടോപ്പ് മേലോട്ട് വരുന്ന സമയത്ത് കയറ്റേണ്ട ആവശ്യം എന്തായിരുന്നു? ഇതിനൊക്കെ ആവശ്യം എന്തായിരുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു സാധനത്തിനെ ന്യായീകരിക്കാൻ പറ്റുന്നത്. ആൻഡ് ഈ ന്യായീകരിച്ച കാര്യങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനാണ് ഞാൻ ഈ കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനും പൊട്ടനും. കാരണം ഇമാതിരി ഒരു പ്രവൃത്തിനെ വരെ ന്യായീകരിക്കാൻ നിങ്ങളെ കൊണ്ടാവുന്നുണ്ടെങ്കിൽ ഹാർട്സ് ഓഫ്. അതിലും വലിയ ഓഫ് ഉണ്ടെങ്കിൽ അതിലും വലിയ ഓഫ് നിങ്ങൾക്ക് ഞാൻ തരും. കുതിരപ്പവൻ ഒഴിവാക്കിയുള്ള ഫിൽറ്റർ. അപ്പം ഞാൻ പോകുന്നു. ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു, ലവ് യു ഓൾ. ഓക്കെ, എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി. നിങ്ങളുടെ വാക്കുകളിൽ എനിക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാനതൊന്ന് ക്ഷമിച്ചു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ബൈ. അപ്പം വീണ്ടും ലൈവിൽ കാണുന്നവിടം വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നും പോസ്റ്റ് ഇടുന്നതായിരിക്കും, സ്റ്റോറി ഇടുന്നതായിരിക്കും, റീൽസ് ഇടുന്നതായിരിക്കും. നിങ്ങളൊക്കെ എന്നും എൻ്റെ കൂടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വേണം. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫിൽറ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. സോ ലവ് യു ഓൾ ഉമ്മ. കുറേ ലവ് യു ഓളുകളും കുറേ ഉമ്മകളും കുറേ സോറികളും ഒക്കെയാണ് ഈ ലൈവിലുള്ളത്. കഴിഞ്ഞ തവണത്തെ ലൈവ് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ റെക്കോർഡ് ചെയ്ത് വൈറലായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ചേച്ചി കുറച്ചൊരു ഡീസൻസി കീപ്പ് ചെയ്തു എന്ന് പറഞ്ഞത് ശരിയാണ്. കാരണം കഴിഞ്ഞ തവണ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അമ്മാതിരി കളികളൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല. എന്നാലും ചെറുതായിട്ടൊരു പൊട്ടിനും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. എന്ത് പറ്റി രേണു സുധി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ വീണ്ടും 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 നിങ്ങളോട് അല്ല എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, രേണു സുധിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. രേണു സുധി ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നത് തെറ്റാണെന്നോ അല്ലെ ഈ ലോകത്തിൽ രേണു മാത്രമാണ് ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നത് എന്നോ ഞാൻ ഒരിക്കലും പറയില്ല. രേണുവിൻ്റെ ഇഷ്ടമാണ് രേണു എന്ത് വസ്ത്രം ധരിക്കണമെന്ന്. പക്ഷേ കാണിക്കാൻ വേണ്ടി കടന്ന് സോഷ്യൽ മീഡിയയിൽ കാണിക്കരുത് എന്നൊരു സാധനമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം, രേണു സുധി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി ജീവിക്കണമെന്നും പറയുന്നില്ല. ആൾക്ക് ആക്ട് ചെയ്യണമെങ്കിൽ ആക്ട് ചെയ്യാം, മോഡലിംഗ് ചെയ്യണമെങ്കിൽ ചെയ്യാം, എന്തും ചെയ്യാം. പക്ഷേ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് വളരെ ഫേക്കായിട്ട് കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് അതിനെ ബാക്ക് പോയിട്ട് അതിലും വലിയ ഫേക്കായിട്ട് പല പ്രവർത്തികളും ചെയ്യുന്നുണ്ട്. സുധിച്ചേട്ടനാണ് എൻ്റെ മന്ത്രം, സുധിച്ചേട്ടനാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടാണ് ലൈവ് പോയിട്ട് പല ഭാഗങ്ങളും ലൈവിലുള്ള ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. പല ആൾക്കാരെയും പല മീറ്റിങ്ങിനും പല ഡേറ്റിങ്ങിനും അതിനും ഇതിനൊക്കെ ഇവർ വിളിക്കുന്നത്. ഇതാണ് ഇവരുടെ സ്റ്റാൻഡേർഡ്. ഇതാണ് ഇവർ നിങ്ങൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഹെയ്റ്റ്. അല്ലാണ്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ഒരാൾ രേണു മാത്രമല്ല, സെലിബ്രിറ്റീസ് വരെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ആളുണ്ട്. ഇത്രയും ഇതിലും എക്സ്പോസ്ഡ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ ഇവര് ഫേക്കിംഗ് ചെയ്യുന്നതിനോടാണ് എല്ലാവർക്കും ഒരു വെറുപ്പ്. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല ആരോഗ്യത്തോടും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഞാൻ ലൈവിൽ വരാത്തതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, എൻ്റെ ലൈവ് ലീക്കാക്കുന്ന കുറച്ച് പേര് ഇതിനകത്തുണ്ട്. എനിക്കതൊന്നും വിഷയമല്ല. ആദ്യം സ്വന്തം ആരോഗ്യം നന്നായി നോക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുടുംബത്തിൽ വയ്യാണ്ട് കിടക്കുന്ന ഹൃദ്രോഗിയായിട്ടുള്ള അച്ഛന് ഹൃദ്രോഗം കൂട്ടാണ്ടിരിക്കാൻ നോക്കുക. അമ്മയുണ്ട്, മകനുണ്ട്, അവരുടെയൊക്കെ ആരോഗ്യം നോക്കുക. അതിന് ശേഷം സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ടുള്ള ലൈവിൽ നിൽക്കുന്ന ആൾക്കാരുടെ ആരോഗ്യം നോക്കാം. പിന്നെ റെക്കോർഡ് ചെയ്യുമെന്നുള്ളത് ചേച്ചിക്ക് ആദ്യമേ മനസ്സിലായ കാര്യമാണ്. കാരണം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആ ടൈം തൊട്ടിട്ട് ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അത് ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലാന്നും നമുക്ക് മനസ്സിലായ കാര്യമാണ്.
കാരണം ഇതൊക്കെ പുറത്ത് വന്ന് നാലാളെ ഡിസ്കസ് ചെയ്താൽ മാത്രമേ അടുത്ത 2 ഇൻ്റർവ്യൂവും അടുത്ത 2 ഷോർട്ട് ഫിലിമും കിട്ടൂ എന്ന കാര്യത്തെക്കുറിച്ചിട്ട് നല്ല തിരിച്ചറിവ് ചേച്ചിക്ക് ഉണ്ട് എന്നുള്ളതും അറിയാം. ഇവരുടെ ഈ അഹങ്കാരത്തെയാണ് ഞാൻ ബേസിക്കലി പറയുന്നത്. ഇവരുടെ ഈ അഹങ്കാരത്തെ ഓരോ ദിവസവും വരുന്ന സമയത്ത് ഞാൻ തന്നെ ആഗ്രഹിക്കും ഈ വൃത്തികെട്ട ടോപ്പിക്ക് ചെയ്യരുത്, ഈ വൃത്തികെട്ട ടോപ്പിക്ക് ചെയ്യരുത്, ഈ വൃത്തികെട്ട ടോപ്പിക്ക് ചെയ്യരുതെന്ന് ഞാൻ തന്നെ കരുതും. പക്ഷേ ചെയ്യിപ്പിക്കുകയാണ്, പല കണ്ടന്റും സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, വിവാദം ഉണ്ടാക്കുകയാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, 4 ആളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എത്ര പറഞ്ഞാലും എത്ര റിയാക്ട് ചെയ്താലും എന്ത് ചെയ്താലും മനസ്സിലാക്കില്ല. ഞാൻ ഇവിടെയൊക്കെ രേണുവിൻ്റെ ഫാമിലിനെ കുറിച്ച് ആലോചിക്കുന്നു. ഇവർക്കൊന്നും ഒരു ബോധമല്ലേ? ഇവരൊക്കെ എന്താ ഈ 4 നേരം തിന്നുന്നത്? അത് കണ്ടാലെങ്കിലും ഇനി അതൊക്കെ വിട്, റിയാക്ഷൻ വീഡിയോക്കാർ പറയുന്നൊക്കെ നിങ്ങൾ മാറ്റി വെക്ക്. ഞങ്ങൾ കാണുന്നത് പോലെ തന്നെ നിങ്ങളും ഈ വീഡിയോ നിങ്ങളുടെ മകളുടെ കണ്ടിട്ടില്ലേ? എന്നിട്ട് എന്താ ഒരു തവണ പോലും നിങ്ങൾക്ക് ആളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത്? സത്യം പറഞ്ഞിട്ടുണ്ട്, രേണു ചെയ്തത് രേണുവിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം രേണുവിന് നല്ല അന്തസ്സായിട്ട് മനസ്സിലായിട്ടുണ്ട്. നല്ല അന്തസ് എന്ന് വെച്ചാൽ നല്ല അന്തസ്സായിട്ട് രേണുവിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയൊരു വെളുപ്പിക്കലിലോട്ട് രേണു പോവാത്തത്. എന്നാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചില കോണ്ടന്റുകൾ സൈഡിൽ കൂടെ ഇടുന്നത്. ഞാൻ ആലോചിക്കും ഇങ്ങനത്തെയൊക്കെ ആൾക്കാരുടെ ഒരു ഗതികേടിനെ കുറിച്ച് ആലോചിക്കുന്നത്. എടാ, ഒരു തുണിക്കടയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ഇനി വേണ്ട വീട്ടിൽ വല്ല തക്കാളി കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കി കടയിൽ കൊണ്ടുപോയി വിറ്റാലും അതിനും ഒരു അന്തസ് ഉണ്ടാകണം. സബ്സ്ക്രിപ്ഷനിലൊക്കെ വന്ന് സ്വന്തം ശരീരം വിറ്റുകൊണ്ട് ജീവിക്കാൻ കാണിക്കുന്ന നിങ്ങളുടെ ഒരു മനസ്സില്ലേ? സബ്സ്ക്രിപ്ഷന് ഞാൻ പച്ചയ്ക്ക് പറയും ശരീരം വിറ്റ് ജീവിക്കുക എന്ന് തന്നെ പറയും. കാരണം എന്തുകൊണ്ടാണ് രേണുസുതി ഇപ്പം ഈ ഇട്ട തരത്തിലുള്ള വസ്ത്രധാരണം ഇട്ടുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി വരാത്തത്, ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വരാത്തത്, ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി സ്റ്റാറ്റസ് ഇടാത്തത്? എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സാധനം ഇടാത്തത്? ഇൻസ്റ്റഗ്രാമിൽ കാണാത്ത തരത്തിലുള്ള സ്റ്റോറീസും വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് രേണു സബ്സ്ക്രിപ്ഷനിൽ ഇടുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അവിടെ രേണു ഹൈലൈറ്റ് ചെയ്യുന്നത് രേണുവിൻ്റെ ബോഡി പാർട്സ് ആണ്. രേണുവിൻ്റെ കാല്, രേണുവിൻ്റെ ക്ലീവേജ്, രേണുവിൻ്റെ സ്റ്റൊമക്ക്, ഈ സാധനങ്ങളാണ് ഇപ്പം. ഇനി അങ്ങോട്ട് എന്താവുമെന്ന് എനിക്കറിയില്ല. ഇപ്പം പോകുന്ന രീതി എന്തിന്? ഇത് കാണിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കുക, ഇത് കാണിച്ചുകൊണ്ട് ജീവിക്കുക. ഇത് കാണിക്കുക എന്ന് പറഞ്ഞാൽ യുവർ ബോഡി പാർട്സ് മറ്റൊരാളെ എക്സ്പോസ് ചെയ്യുക, അതിൽ കൂടെ ഏർണിംഗ് ഉണ്ടാക്കുക. ഇതിനെന്താ പറയണ്ടേ? ഇതിനെന്തുവാ പറയണ്ടേ? ഇതാണോ കൊല്ലം സുധിയെ ആരാധിക്കുന്ന ഭാര്യ? ഇനി കൊല്ലം സുധീൻ്റെ പേര് ഈ പെണ്ണിൻ്റെ അടുത്ത് വെക്കാൻ പോലുള്ള ക്വാളിറ്റി ഈ പർട്ടിക്കുലർ ലേഡിക്കില്ല. ഇനി ആ പേര് വെച്ചിട്ട് പോലും ഈ പർട്ടിക്കുലർ ലേഡീനെ പറയാൻ തന്നെ സാധിക്കില്ല. കാരണം ആ മനുഷ്യൻ ഈ ലോകത്തില്ലാത്തത് എന്തുകൊണ്ട് നല്ലതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇക്കോലം കണ്ടിട്ടായിരിക്കും അയാൾ വയ്യാണ്ടാവുക. ഞാൻ ആലോചിക്കുന്ന ആ കുട്ടികളുടെയൊക്കെ അവസ്ഥയെ. കിച്ചുവിനെ വിട്, അവനെ ഒഴിവാക്കാം, അവൻ്റെ അമ്മ അല്ലാന്നെങ്കിലും കരുതാം. ഋതപ്പൻ്റെ അവസ്ഥയോ? ചെറിയ മോനാണ്, അവനിതൊന്നും. കാരണം എൻ്റെ അമ്മയാണ് ഇങ്ങനത്തെയൊക്കെ ഓരോ പരിപാടികൾ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. എനിക്ക് സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കാൻ പോലും എനിക്ക് തോന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് ആ കുട്ടിയൊക്കെ എങ്ങനെ ചെറിയ പ്രായം, അവന് സ്കൂളിൽ പോകുമ്പോഴൊക്കെയുള്ള അവൻ്റെ അവസ്ഥ എന്താ? എത്ര സെലിബ്രിറ്റീസ് ഉണ്ടടാ ഇതിലും റീച്ചുള്ള, ഇതിലും എല്ലാത്തിലും ബിഹേവിയറും ക്യാരക്ടറും ഫിലിമും എല്ലാം ഉള്ള എത്ര സെലിബ്രിറ്റീസ് ഉണ്ട്. അവർക്കൊന്നുമില്ലാത്ത ഒരു കൊമ്പാണല്ലോ ഈ പർട്ടിക്കുലർ ലേഡിക്ക് എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് തൊട്ടേ ആലോചിക്കുന്നത്. എന്താ എന്നിട്ട് കിട്ടുന്നത്? ഒരു ഒന്നുമില്ല. തീരെ എത്ര പറഞ്ഞാലും മാറാത്ത നന്നാവാത്ത കുറേ കാറ്റഗറി ഓഫ് ആൾക്കാരില്ലേ, അതിലുള്ള ഒന്നാണ് ഇവർ. നമ്മൾ വീണ്ടും പറയുകയാണെങ്കിൽ പട്ടീൻ്റെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും വളഞ്ഞേ നിൽക്കുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പെണ്ണുങ്ങളെ എന്തൊക്കെ ചെയ്താലും സോഷ്യൽ മീഡിയ റീച്ചും ഇത് കണ്ടുകൊണ്ട് ഇവർക്ക് മെസ്സേജ് അയക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്, അതിലൊക്കെ വീണ് നിൽക്കുകയാണ്. ഇവിടെ ഒരു കോലിൽ ഷാള് ചുറ്റി നിൽക്കുന്ന ഒരു പെണ്ണിന് വരെ മെസ്സേജ് അയക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറേ കോഴികളുണ്ടാവും. അവരുടെയൊക്കെ ക്യാരക്ടർ എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. അതിൻ്റെ മെസ്സേജ് കണ്ട് അതിലങ്ങ് ഇമ്പ്രസ്ഡായി വീഴാണ്ട് ഇനിയെങ്കിലും കുറച്ച് ക്വാളിറ്റിയിൽ ജീവിക്കും. എന്തായാലും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു പുണ്യാളൻ വന്നിട്ടുണ്ട്. ആൾ പറയുന്ന എക്സ്പ്ലനേഷൻ ഒന്ന് കാണാം. എനിക്ക് ആളുടെ പേരൊന്നും അറിയില്ല, പക്ഷെ ആളുടെയും കുറേ കുന്ത്രാണ്ടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതൊന്നും ഇപ്പോൾ ഇരുന്ന് കാണിക്കാൻ വയ്യ. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ ആൻറ്റിമാരെ പിടിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, നോക്കുന്നു, അതാക്കുന്നു, വളയ്ക്കുന്നു, തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും പുള്ളി രേണുവിൻ്റെ ലൈവ് വീഡിയോനെ എക്സ്പ്ലെയിൻ ചെയ്തു ഒന്ന് കാണാം. നിങ്ങൾ എന്ത് വർത്താനേ പറഞ്ഞത്? രേണു സുധി എന്ന് പറഞ്ഞ ആ കുട്ടി ചുണ്ട് പൊട്ടിയപ്പോൾ ഒന്ന് കാണിച്ചത്, എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കണമെന്ന് കാണിച്ചൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ വേറെ രീതിയിൽ എഡിറ്റ് ചെയ്ത് ഏതോ കുറെ ആളുകൾ ചേർന്ന് അവരുടെ റീച്ചിന് വേണ്ടി റിയാക്ഷന് വേണ്ടി പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ആ കുട്ടി വന്നിട്ട് പറഞ്ഞു, ലൈവിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ചുണ്ട് പൊട്ടിയിരുന്ന ആ ചുണ്ട് പൊട്ടിയത് കാണിച്ചതാണ്. അയ്യോ ചേട്ടാ മണ്ടാ,
ചുണ്ട് പൊട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചതല്ല. എനിക്കത് കാണിക്കാൻ നാണക്കേട് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, ചുണ്ട് പൊട്ടി, ഇവിടെയാണ് എൻ്റെ ചുണ്ട് പൊട്ടിയ, ഇതാണ് എൻ്റെ മുറിവ് എന്ന് പറഞ്ഞു വന്ന് കാണിച്ചതല്ല. പകരം അവർ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല. അവിടെ എവിടെയാ ചുണ്ട് പിടിച്ച് പൊട്ടി എന്ന് പറഞ്ഞ് കാണിച്ചത്? ഇയാളൊക്കെ ലൈവ് കണ്ടിട്ടാണ് ഈ വന്ന് പറയുന്നത്. അതിനെന്തിനാണ് അവരെ എങ്ങനെ തേജോവധം ചെയ്യണത്? എനിക്കറിയാൻ വേണോണ്ട് ചോദിക്കുകയാണ്. ആ കൊച്ചു എങ്ങനെയും ജീവിച്ചു പോട്ടെ. ഒരു ചുണ്ട് പൊട്ടിയത് കാണിച്ചതിനാണ് ഈ പറയുന്ന ആളുകൾ വന്നിട്ട് വേറെ രീതിയിൽ വീഡിയോ ആക്കിയിട്ട് പ്രചരിപ്പിക്കുന്നത്. ഒരാൾ ലൈവിൽ വന്നപ്പോൾ ജസ്റ്റ് ഇതേ ഈ ചുണ്ടും മുറിഞ്ഞേക്കണ കണ്ടോ എന്നൊന്ന് ലൈവിൽ കാണിച്ചു. അത് വലിയ തെറ്റൊന്നുമല്ല. ലൈവ് ചെയ്യുന്നവര് അവരുണ്ടാക്കുന്ന ഫുഡിന്റെ കാര്യം വരെ ലൈവിൽ കാണിക്കാറുണ്ട്. ഇനി റിയാക്ഷൻ വീഡിയോക്കാര് അവരുടെ റീച്ചിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്തത് എന്ന് ചേട്ടൻ പറഞ്ഞ സമ്മതിച്ചു. ഞങ്ങളുടെ വീഡിയോ കണ്ട ആൾക്കാരോ, ഞങ്ങളുടെ വീഡിയോന്റെ താഴെ കമന്റ് ഇട്ട ആൾക്കാരോ, ഇവരൊക്കെ എന്തും കോക്കനട്ടിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ റിയാക്ഷൻ വീഡിയോക്കാർ എല്ലാ സാധനവും എടുക്കുന്ന ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സമ്മതിച്ച്. ഞങ്ങൾക്ക് കണ്ടന്റ് ആണെങ്കിൽ കമന്റ് ഇടുന്നവരോ ഈ വീഡിയോ കാണുന്നവരോ ഇവർക്കൊക്കെ എന്താ കിട്ടുന്നത്? ഇവർക്കൊക്കെ എന്ത് റീച്ചാണ് കിട്ടുന്നത്? ഇവരുടെ കമന്റിന് എന്ത് റീച്ചാണ് കിട്ടുന്നത്? എടോ, ന്യായീകരിക്കണം, ബുദ്ധിപരമായിട്ട് ന്യായീകരിക്കുക, അല്ലെ വായടച്ച് അവിടെ ഇരിക്കുക. കാരണം എനിക്കതാ മനസ്സിലാവാത്ത, ഇതിനെ വരെ ന്യായീകരിക്കുന്ന കുറേ വേട്ടാവളയന്മാർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനൊക്കെ എങ്ങനെയാ ന്യായീകരിക്കുക? ഇതിൽ ന്യായീകരിക്കാൻ എന്താണുള്ളത്? എന്താണ് ഇതിലുള്ളത്? ഇല്ല, മിണ്ടാണ്ടിരിക്കുക. ബാക്കിയുള്ള സജന ചേച്ചിയൊക്കെ അവിടെ മിണ്ടാണ്ടിരിക്കുന്ന കണ്ടില്ലേ? കാരണം അവർക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയി, അടുത്ത എന്തെങ്കിലും വരട്ടെ, രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ മിണ്ടാണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഇതിന് ഇയാൾ കളിയാക്കി പറയുകയാണെങ്കിലും ഞാൻ പറയാം, ചേട്ടാ പൊട്ടനാവല്ലേ. സീരിയസ്ലി, വിത്ത് റെസ്പെക്റ്റ് ആണ് ഞാൻ പറയുന്നത്. ചുണ്ട് പൊട്ടിയതാണോ ലൈവിൽ വന്ന് കാണിക്കുന്നത്? ഇങ്ങനെയാണോ ചുണ്ട് പൊട്ടിയത് കാണിക്കുക? കിഴക്കിടക്കെ കടന്നിട്ട് 180 ഡിഗ്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് കറങ്ങുക, ഇത് പിടിച്ച് വലിക്കുക, അത് പിടിച്ച് കയറ്റുക, എന്നിട്ട് കൈ പിടിച്ച് ഞെളിയുക, പല ഷേപ്പും കോണറും കാണിക്കുക, എന്നിട്ട് ഇതിട്ടിട്ടിങ്ങനെ ഇതൊക്കെ ന്യായീകരിക്കാൻ വന്നിരിക്കും. രേണുസുതി എന്ത് ചെയ്തിട്ടാണ് ആ കുട്ടിയുടെ നെഞ്ചത്തേക്ക് എല്ലാവരും കയറുന്നത്? വളരെ മോശമായൊരു കാര്യമാണ്. ആ കുട്ടിയുടെ ചുണ്ടൊന്നും മുറിഞ്ഞത് ജസ്റ്റ് ഒന്ന് കാണിച്ചപ്പോഴത്തേക്കും കുറെ അവന്മാർ എഡിറ്റ് ചെയ്തിട്ട് അവരുടെ റീച്ചിന് വേണ്ടി അവരുടെ റിയാക്ഷൻ വീഡിയോ ഭയങ്കര കത്താൻ വേണ്ടി കൊണ്ടിട്ടിട്ട് കൊടുത്തു. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിങ്ങളെപ്പോലുള്ള ആളുകളെ കുറെ വീഡിയോ ഇട്ടിട്ട് അവരെ പുറകെയാണല്ലോ നിങ്ങൾ, വേറെ പുറകെയൊന്നും പോകണ്ടേ? എന്ത് മോശമാണ് കാണിക്കുന്നത്. ആ ചുണ്ടൊന്നും മുറിഞ്ഞത് കാണിച്ചതിനാണ് വേറെ വീഡിയോ. എടോ എന്തുവാണോ എഡിറ്റ് ചെയ്തേ? ആളുടെ ലൈവിന്റെ വീഡിയോയാണ്. ആള് വന്നിട്ട് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാ, എയിൽ ജനറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയാന്ന്. ആളുടെ വീഡിയോ ആന്ന് തന്നെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞേ. പിന്നെ എന്തുവാ എഡിറ്റ് ചെയ്തു? എന്തുവാ റീച്ച്? എന്തുവാ കുന്തോ? ഇതാണ് ഞാൻ പറയുന്നത്. വിവരവും ബുദ്ധിയും ഇല്ലാത്ത, കാര്യത്തെക്കുറിച്ച് തിരിച്ചറിയാത്ത കുറേ ടീമുകളുണ്ട് വെറുതെ കയറി സപ്പോർട്ട് ചെയ്യാൻ. സപ്പോർട്ട് ചെയ്യുമ്പോൾ സത്യസന്ധമായി ന്യായീകരിക്കും. ഇനി താങ്കൾ വലിയൊരു രേണുസുതി സപ്പോർട്ടറാണ്, അയ്യോ രേണുസുതി ഉയർ, രേണുസുതി തങ്കം എന്ന് പറഞ്ഞ നടക്കുന്ന ആളാണെങ്കിൽ അവരോട് ഒരു ആത്മാർത്ഥമായ ഒരു ഫ്രണ്ട്ഷിപ്പ് 1% ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക. താങ്കളുടെ പെങ്ങളോ താങ്കളുടെ അമ്മയോ സോഷ്യൽ മീഡിയയിൽ വന്ന് ചുണ്ടു പറ്റീന്ന് പറഞ്ഞിട്ട് ഈ തരത്തിലുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കയറി സപ്പോർട്ട് ചെയ്യോ കൊടുവാവാ? മതി. ഇനി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ BP കൂടും.